നമസ്കാരം പ്രിയ പ്രേക്ഷകരെ, ഒരു ദിവസത്തെ സുപ്രധാനമായ വാർത്തകൾ, സംഭവിക്കാൻ പോകുന്ന വാർത്തകൾ ഒക്കെ തന്നെ കോർത്തിണക്കിക്കൊണ്ടുള്ള ദേശീയ തലത്തിലെ ആദ്യത്തെ ബുള്ളറ്റിൻ നേഷൻ ഫസ്റ്റ് ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ്. ഞാൻ എസ് ശ്രീകാന്ത്. ഇന്നും പ്രധാനപ്പെട്ട ഒട്ടനേകം വാർത്തകൾ ഇന്നത്തെ ദിവസവും സംഭവിക്കാനുണ്ട്. അത് ഇങ്ങനെ ചൂടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് വാർത്തകൾ ഓരോന്നും. ഇന്ന് ഡൽഹിയിൽ കാലാവസ്ഥ അത്ര സുഖകരമല്ലാത്ത അവസ്ഥയാണ്. രാവിലെ മുതൽ തന്നെ, പുലർച്ചെ മുതൽ തന്നെ നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോഴാണ് മഴയ്ക്കൊരു ചെറിയ ശമനമെങ്കിലും ഉണ്ടായത്. ഡൽഹിയിൽ ഇവിടെ താമസിക്കുന്നവർക്ക് അറിയാം, ഇവിടെ ജീവിക്കുന്നവർക്ക് അറിയാം, ഡൽഹിയിൽ ഇങ്ങനെ തുടർച്ചയായി മഴ അത് അത്ര കണ്ട് ഇവർക്കാർക്കും ശീലം കാണില്ല. ഇതിപ്പോൾ ഏതാണ്ട് ഒരു മാസത്തിലേറെയായി കണ്ടിന്യൂസ് മഴയാണ്. പക്ഷേ ഇതിനിടയ്ക്ക് നല്ല കടുത്ത ചൂടും ഉണ്ടാകാറുണ്ട്. വല്ലാത്ത ഹോസ്റ്റൈൽ ക്ലൈമറ്റ് എന്ന് വേണമെങ്കിൽ ഇതിനെ പറയുകയും ചെയ്യാം. ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത് കടുത്ത തണുപ്പ് കാലമാണ്. ഒരു ഒക്ടോബർ പകുതിയോടുകൂടിയൊക്കെ തണുപ്പ്, ശക്തമായ തണുപ്പും തുടങ്ങും. എക്സ്ട്രീം വെതർ എന്നാണ് ഇതിനെ പറയേണ്ടത്. ഡൽഹിയിൽ പല താഴ്ന്ന പ്രദേശങ്ങളിലും ഈ മഴ വരുന്നത് മൂലം വെള്ളത്തിനടിയിലാകുകയൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ സ്ഥിരം സംഭവിക്കുന്നുമുണ്ട്. എന്നാലും ഈ മഴ അങ്ങനെ പ്രത്യേകിച്ച് സ്ഥിരം ഉണ്ടാകാത്തതാണ്. പക്ഷേ എന്തുകൊണ്ടാണെന്നറിയില്ല, ഇപ്പോൾ തുടർച്ചയായി മഴ പെയ്യുന്നുണ്ട്. ഇപ്പോഴും നല്ല കാറും കോളും ഉണ്ട്. അപ്പോൾ നമുക്ക് വാർത്തയിലേക്ക് പോകാം. പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ ഇന്നലെ കേരളത്തിലെ മാധ്യമങ്ങൾ, ദേശീയ തലത്തിലെ ചില മാധ്യമങ്ങൾ, അവയിൽ നിന്നും ഒരു വാർത്ത കേട്ട് കാണും. പശ്ചിമ ബംഗാളിൽ ബാർ കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് പടുകൂറ്റൻ ജയം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച BJPക്ക് കനത്ത തിരിച്ചടി. ഈ വാർത്ത നിങ്ങൾ എല്ലാവരും കണ്ടു കാണും. 23 സീറ്റിൽ 15 എണ്ണം തൃണമൂലിനും, വെറും 3 എണ്ണം മാത്രം BJPക്കും, ബാക്കി സ്വതന്ത്രരും CPM ഒക്കെ നേടി എന്നായിരുന്നു വാർത്തയിൽ വന്നത്. അതിന് തൊട്ടു പിന്നാലെ നമ്മുടെ മാധ്യമങ്ങളെല്ലാം എഴുതി BJPക്ക് കനത്ത തിരിച്ചടി. ഈ മെയ്യിലെ തെരഞ്ഞെടുപ്പിൽ പടുകൂറ്റൻ വിജയം നേടിയതിന് പിന്നാലെ കിട്ടുന്ന തിരിച്ചടിയാണ്. മമതാ ബാനർജിക്ക് വലിയ ആശ്വാസം എന്നൊക്കെ മാധ്യമങ്ങൾ അച്ചുനിരത്തി. കേരളത്തിലെ മാധ്യമങ്ങൾ കാടറക്കി വലിയ ചർച്ചയാക്കുകയും ചെയ്തു. ഒരു പടി കൂടി കിടന്ന് മമതാ ബാനർജിയും അനന്തരവനും പറഞ്ഞ് പരത്തിയത്, ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് നിങ്ങൾക്ക് മോഷ്ടിച്ചു കൊണ്ടുപോകാം, അങ്ങനെയാണ് നിങ്ങൾ ജയിച്ചത്, പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് കനത്ത തിരിച്ചടി കിട്ടിയെന്ന്. സ്വാഭാവികമായും ആ വാർത്ത കാണുന്ന ഒരു സാധാരണ പ്രേക്ഷകൻ വാർത്ത കണ്ടുപോവുകയുള്ളൂ. അതിൽ കൂടുതൽ ഫാക്ട് ഫൈൻഡിങ്ങിന് പോകില്ല. പക്ഷേ ഞങ്ങളുടെ പണി അതല്ല. ഞങ്ങൾ വളരെ കൃത്യമായി അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് പരിശോധിച്ചു. ഒരു ഫാക്ട് ഫൈൻഡിങ് ഇന്നു മുതൽ ഈ നേഷൻ ഫസ്റ്റിൽ ഉൾപ്പെടുത്താനും നമ്മൾ തീരുമാനിച്ചു. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം. ആ വാർത്തയുടെ യാഥാർത്ഥ്യം ഇങ്ങനെയാണ്. പശ്ചിമ ബംഗാൾ ബാർ കൗൺസിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് BJPക്ക് കനത്ത തിരിച്ചടിയെന്നും തൃണമൂൽ കോൺഗ്രസിന് വൻ തിരിച്ചുവരവ് എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ മാധ്യമങ്ങൾ ഈ വാർത്ത BJPക്കെതിരെ വളച്ചൊടിച്ചതാണ് എന്ന് പുതിയ വിവരങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അന്വേഷിച്ചപ്പോൾ നമുക്ക് കിട്ടി. കാരണം തൃണമൂൽ കോൺഗ്രസ് അധികാരത്തിലിരുന്ന 2026 ഫെബ്രുവരി 19 മുതലാണ് വോട്ടെടുപ്പ് വിവിധ ഘട്ടങ്ങളിലായി ആരംഭിച്ചത് ബംഗാളിൽ. ഒന്ന് ആലോചിക്കണം, ഫെബ്രുവരി 19, അന്ന് ഈ മമതാ ബാനർജിയുടെ കരാള ഹസ്തത്തിന് കീഴിലായിരുന്നു പശ്ചിമ ബംഗാൾ. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് പോയിട്ട് അങ്ങനെ ചിന്തിക്കാൻ പോലും ഈ ബാർ കൗൺസിലൊന്നും കഴിയാത്ത സാഹചര്യം അന്നായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് നടന്നത്. പ്രധാന പോളിംഗ് തീയതികൾ മാർച്ച് 9, 10 എന്നീ ദിവസങ്ങളിലും ആയിരുന്നു. മാർച്ച് 9, 10 കഴിഞ്ഞ് എത്രയോ കഴിഞ്ഞാണ് പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പും അതിൻ്റെ റിസൾട്ട് മെയ്യിലുമൊക്കെ വരുന്നത്. അപ്പോൾ ഇവർ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ BJPയെ ഭയപ്പെടുത്തി തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറ്റി നിർത്താൻ ശ്രമിക്കുമ്പോൾ ഈ ഭായ്പോ എന്ന് പറയുന്ന ഈ മമതാ ബാനർജിയുടെ അനന്തരവൻ, നിന്റെ ഡൽഹിയിലെ അപ്പന്മാരെ വിളിച്ചുകൊണ്ടുവരൂ, മെയ് 4-ന് ശേഷം ഇവിടെ ചോരപ്പുഴ ഒഴുകും എന്ന് ഭീഷണിപ്പെടുത്തുമ്പോൾ ആണ് ഈ ബാർ കൗൺസിൽ തെരഞ്ഞെടുപ്പ് ബംഗാളിൽ നടക്കുന്നത്. മാർച്ച് 10-ന് 75 സ്ഥാനാർത്ഥികൾ 23 സീറ്റിലേക്ക് മത്സരിച്ചു എന്നും വെറുതെ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുന്നേ നിങ്ങൾക്ക് മനസ്സിലാകും. പ്രിയ പ്രേക്ഷകരെ, വെറുതെ ബാർ കൗൺസിൽ തെരഞ്ഞെടുപ്പ് എന്നായിരുന്നു ബംഗാളിലെ, പശ്ചിമ ബംഗാൾ ബാർ കൗൺസിൽ തെരഞ്ഞെടുപ്പ് എന്നായിരുന്നു എന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ ഈ വിവരം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ മമതാ ബാനർജി മുഖ്യമന്ത്രിയായിരിക്കെ നടന്ന തെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും ഇന്നലെയാണ് നടന്നത്.
അത് പല കാരണങ്ങളാൽ വോട്ടെണ്ണൽ നീണ്ടുപോയി എന്നുള്ളത് മാത്രമാണ് വസ്തുത. ആകെയുള്ള 23 സീറ്റിൽ അങ്ങനെ ജയിച്ചത് തൃണമൂൽ കോൺഗ്രസ് 15, BJP 3, ലെഫ്റ്റ് 3, കോൺഗ്രസ് 2 എന്നിങ്ങനെയാണ് വിജയം വന്നത്. പ്രിയ പ്രേക്ഷകരെ, മാർച്ചിൽ മമതാ ബാനർജിയുടെ കാട്ടുഭരണത്തിന് കീഴിൽ നടന്ന തെരഞ്ഞെടുപ്പ് ഫെബ്രുവരിയിലും മാർച്ചിലുമായി. അതിന്റെ റിസൾട്ട് മാത്രമാണ് ഇപ്പോൾ വന്നത്. അതിന് ഇവിടുത്തെ മാധ്യമങ്ങൾ, ഇവിടുത്തെ കേരളത്തിലെ മാധ്യമങ്ങൾ അടക്കം പറഞ്ഞത് തൃണമൂൽ കോൺഗ്രസിനെ തൂത്തെറിഞ്ഞ ശേഷം BJPക്ക് ബംഗാളിൽ കിട്ടുന്ന ആദ്യത്തെ തിരിച്ചടി എന്നാണ്. നിങ്ങളൊന്ന് ഓർക്കൂ, നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്ന ഈ പത്രങ്ങളെ നിങ്ങൾ ഇനി എത്ര കാലം വിശ്വസിക്കും? പ്രിയ പ്രേക്ഷകരെ, നിങ്ങളുടെ മുന്നിലേക്ക്, നിങ്ങളുടെ സ്വീകരണ മുറിയിൽ നിങ്ങൾ ഇടുന്ന കേരളത്തിലെ നമ്പർ 1 ചാനലടക്കം ഈ വാർത്ത കൊടുത്തിരുന്നു. ഇവരെയൊക്കെ നിങ്ങൾ ഇനി ഈ വാർത്തയ്ക്ക് എത്ര കാലം വിശ്വസിക്കും? ഇങ്ങനെ വളച്ചൊടിച്ച് നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് നടത്തുന്ന കൊണ്ടുവരുന്ന വാർത്തകൾക്ക് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക. ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും വസ്തുതാവിരുദ്ധമായ കാര്യം ഉണ്ടോ എന്ന്. പൊതുജനങ്ങളെ മാധ്യമങ്ങൾ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നത് അങ്ങേയറ്റം ലജ്ജാകരമാണ് എന്ന് പറയാതിരിക്കാനാകില്ല. കേരളത്തിലെ മാധ്യമങ്ങൾ ഇനിയെങ്കിലും തിരുത്താൻ തയ്യാറാകണം. നീയൊന്നും തിരുത്തിയില്ലെങ്കിലും ഞങ്ങൾക്ക് പ്രശ്നമില്ല. കാരണം ജനം TV ഇവിടെ കട തുറന്നിരിക്കുന്നത് ഇത്തരം നിങ്ങളുടെ വാർത്തകൾ, വളച്ചൊടിച്ച് വക്രീകരിക്കുന്ന വാർത്തകൾ പ്രിയ പ്രേക്ഷകരിലേക്ക് ശരിയാം വണ്ണം എത്തിക്കാനാണ് എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. ഒന്ന് ആലോചിക്കൂ, ഒരു വാർത്തയെ എങ്ങനെയാണ് വളച്ചൊടിച്ചതെന്ന്. മുഖ്യധാരാ മാധ്യമങ്ങൾ ഇത് ചെയ്യുകയാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെയായിരിക്കും ഇങ്ങനെ പ്രചരിപ്പിക്കപ്പെടുക? നമ്മളുടെ പുതുതലമുറയെ ഇവരെന്തൊക്കെ പറഞ്ഞായിരിക്കും ഇങ്ങനെ വഴിതെറ്റിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക? അപ്പോൾ ഇതൊരു കണ്ണു തുറന്ന് കാണാനുള്ള അവസരമാകട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത്. നിങ്ങൾ എന്തൊക്കെ പണിയെടുത്താലും ഈ നേഷൻ ഫസ്റ്റ് തുടങ്ങുന്നത് വരെയേ അതിനായുസുള്ളൂ. അപ്പോൾ മറ്റു വാർത്തകളിലേക്ക് പോവുകയാണ്. വന്ദേ മാതരത്തിൽ ആദ്യ 2 ഖണ്ഡിക മാത്രമേ ആലപിക്കൂ എന്ന കോൺഗ്രസ് നിലപാട് അങ്ങേയറ്റം അപലപനീയമെന്ന BJP. 1937 ആലപിച്ചതുപോലെ മുന്നോട്ട് പോവുക എന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്നാണ് ഇന്നലെ കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി യോഗം പ്രമേയം അവതരിപ്പിച്ചത്. കോൺഗ്രസ് രാജ്യത്തിനും ഭരണഘടനയ്ക്കും മുകളിലാണെന്നാണ് അവരുടെ വിചാരമെന്ന് BJP വക്താവ് സുധാംശു ത്രിവേദി പറഞ്ഞു. BJPയുടെ ദേശീയ അധ്യക്ഷനും കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. പാർലമെന്റ് പാസാക്കിയ നിയമങ്ങളെക്കാളും ഭരണഘടനയെക്കാളും മുകളിലാണ് അവരുടെ പ്രമേയമെന്നാണ് അവർ കരുതുന്നതെന്ന് അദ്ദേഹം പരിഹസിച്ചു. അവരുടെ ഈ നിലപാടോടെ അവർ പുതിയ മുസ്ലിം ലീഗ് ആകാൻ പോകുന്നുവെന്ന അഭ്യൂഹം അവസാനിച്ചെന്നും അവർ അത് തന്നെയാണെന്ന് തെളിഞ്ഞെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, ഈ രാജ്യത്തെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടി, ഈ രാജ്യത്ത് ഇത്രയധികം കാലം ഭരിച്ച പാർട്ടി, അവർ പ്രവർത്തക സമിതി യോഗം ചേർന്ന് പറയുകയാണ്, ഞങ്ങൾ ഈ വന്ദേ മാതരത്തിന്റെ ആദ്യത്തെ 2 ഖണ്ഡിക മാത്രമേ ഞങ്ങൾ ആലപിക്കൂന്നേ. അപ്പോൾ അത് അങ്ങനെ തന്നെ ആലപിക്കാനാണ് ഞങ്ങളുടെ തീരുമാനം. അതിൽ ഞങ്ങൾ ഒരു മാറ്റവും വരുത്താൻ പോകുന്നില്ല എന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എന്തൊരു വിരോധാഭാസമാണെന്ന് നോക്കൂ. സ്വാതന്ത്ര്യ സമരകാലത്ത് നമ്മുടെ സ്വാതന്ത്ര്യ സമര പോരാളികൾ അവരുടെ ചുണ്ടിൽ ഒരു മന്ത്രമായി നിലനിന്ന വാക്കാണ് വന്ദേ മാതരം. ഈ കോൺഗ്രസ് ആണ് അന്ന് സ്വാതന്ത്ര്യ സമരം നയിച്ചത്. ഇന്നത്തെ ഈ വിദേശി കോൺഗ്രസ് അല്ല, അന്നത്തെ കോൺഗ്രസ്. അപ്പോൾ അവർ തന്നെ ഈ വന്ദേ മാതരത്തെ തള്ളിപ്പറയുന്നു എന്ന് പറയുമ്പോൾ വോട്ട് ബാങ്ക്, മുസ്ലിം വോട്ട് ബാങ്കിന് മുന്നിൽ ഇങ്ങനെ മുട്ടിലിഴയാതടോ കോൺഗ്രസ്സുകാരാ. ഈ വന്ദേ മാതരത്തെ എതിർത്തവന്മാരൊക്കെ അവരുടെ ഭാഗവും വാങ്ങി 1947 പാകിസ്ഥാനിലേക്ക് പോയി. ഇനിയെങ്കിലും ഈ രാജ്യത്തിന്റെ ദേശഭക്തി ഗീതത്തെ മാനിക്കാൻ, അതിനെ അപമാനിക്കാതിരിക്കാൻ കോൺഗ്രസ്സുകാരന് നല്ല മനസ്സ് ഉണ്ടാകട്ടെ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഈ ഒരുപാട് കമന്റുകൾ വരുന്നുണ്ട്. ശ്രീധരൻ നമ്പ്യാർ എന്ന് പറയുന്ന ഒരു ഇതിൽ നിന്നും കമന്റ് തുടർച്ചയായി വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ശ്രീധരൻ നമ്പ്യാർ ആവാൻ സാധ്യതയില്ല, ശ്രീധരൻ തങ്ങൾ ആകാനാണ് സാധ്യത. അപ്പോൾ ശ്രീധരൻ നമ്പ്യാർ എന്ന വ്യാജ പേരിലൊക്കെ ഇങ്ങനെ ഒരുപാട് ആളുകൾ നമ്മുടെ കമന്റ് ബോക്സിലൊക്കെ വരുന്നുണ്ട്. ഇവരാണ് നമ്മുടെ ഈ നേഷൻ ഫസ്റ്റ് പോലെയുള്ള പ്രോഗ്രാമിനെ സജീവമാക്കി നിർത്തുന്നത്, കമന്റുകൾ ഇട്ട് സജീവമാക്കി നിർത്തുന്നത്, ഇങ്ങനെ എൻഗേജ്മെന്റ് ഉണ്ടാക്കി തരുന്നതും അവരാണ്. വളരെ സന്തോഷം, പല പേരുകളിൽ പല രൂപങ്ങളിൽ എത്തുന്നത്.
അപ്പോൾ മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ് പ്രിയ പ്രേക്ഷകരെ. അത് നമ്മുടെ മന്ത്രിമാരുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. കേന്ദ്ര മന്ത്രിമാരുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. സർവകലാശാലകൾ സന്ദർശിക്കാൻ കേന്ദ്രമന്ത്രിമാരുടെ തീരുമാനം എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന പ്രധാനപ്പെട്ട വാർത്ത. അതിന് ചില പ്രധാനപ്പെട്ട കാരണങ്ങൾ കൂടിയുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ സർവകലാശാലകൾ കേന്ദ്രീകരിച്ച് ദിമാഗി നക്സലുകൾ, അതായത് അർബൻ നക്സലുകൾ രാജ്യവിരുദ്ധ പ്രവർത്തനം വ്യാപിപ്പിക്കുന്നു എന്ന വിവരം കേന്ദ്ര സർക്കാരിനും അതോടൊപ്പം തന്നെ മറ്റ് ഏജൻസികൾക്കും ഒക്കെ തന്നെ കിട്ടിയിട്ടുണ്ട്. അതിനെ ടാക്കിൾ ചെയ്യുക, നമ്മുടെ സർവകലാശാലകളിൽ നിന്നും ഇനി ഒരിക്കലും രാഷ്ട്രദ്രോഹികൾ, രാഷ്ട്രവിരുദ്ധ പ്രവർത്തകർ ഉയർന്നു വരുന്നില്ല എന്നുറപ്പിക്കുക എന്നതാണ് ഈ ഒരു തീരുമാനത്തിന്റെ ലക്ഷ്യം. വിദ്യാർത്ഥികളും സർക്കാരുമായുള്ള ബന്ധം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ഒരു കേന്ദ്രമന്ത്രി ഒരു ദിവസം ഒരു സർവകലാശാലയെങ്കിലും സന്ദർശിച്ച് വിദ്യാർത്ഥികളുമായി നേരിട്ട് സംവദിക്കുന്ന പരിപാടി സംഘടിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറെടുക്കുന്നു എന്നാണ് വിവരം. അതായത് ഈ രാജ്യത്തെ യുവത്വത്തെ കേൾക്കാനും അവർക്ക് മറുപടി നൽകാനും കേന്ദ്ര സർക്കാരും രംഗത്ത് ഇറങ്ങുകയാണ്. ഒരു ദിവസം ഒരു സർവകലാശാല എന്ന പേരിലായിരിക്കും പരിപാടി. വിദ്യാർത്ഥികളുടെ അഭിപ്രായം കേൾക്കാനും രാജ്യത്തെ വിവിധ വിഷയങ്ങളിൽ അവരുടെ അഭിപ്രായം ആരായുന്നതിനൊപ്പം വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കുമായുള്ള സർക്കാർ പദ്ധതികൾ വിശദീകരിക്കുന്നതിന് ഇത് അവസരമാക്കി മാറ്റാനും കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നുണ്ട്. നീറ്റ് വിഷയത്തിൽ രാജ്യവിരുദ്ധ ശക്തികൾ വിദ്യാർത്ഥികളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമം നടത്തിയ സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ നീക്കം. ഈ പരിപാടി ഏകോപിപ്പിക്കുന്നതിന്റെ ചുമതല വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷിക്കും യുവജനകാര്യ കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യയ്ക്കും ആയിരിക്കും എന്നാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. വളരെ നല്ല ഇനിഷ്യേറ്റീവ് എന്നാണ് പറയാനുള്ളത്. ഈ വിദ്യാർത്ഥികൾക്കിടയിൽ ആരോഗ്യകരമായ ചർച്ചകൾ, യുവജനങ്ങൾക്കിടയിൽ ആരോഗ്യകരമായ ചർച്ചകൾ ഉണ്ടാകട്ടെ എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അല്ലാതെ കാലടി യൂണിവേഴ്സിറ്റിയിലെ SFIക്കാരനെ പോലെ അവിടെ ജീവിച്ചിരിക്കുന്ന വൈസ് ചാൻസലർക്ക്, അധ്യാപകന് ശവമഞ്ചമൊരുക്കുന്ന ഒരു തലമുറയെ അല്ല നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. നല്ല ആശയ സംവാദത്തിലൂടെ വേണം നമ്മൾ അതിനോട് പ്രതികരിക്കാൻ. ആശയ സംവാദത്തിലൂടെ വിദ്യാർത്ഥികളെ ചേർത്ത് നിർത്താനും ശ്രമിക്കണം. ഈ SFIക്ക് ചെയ്ത ആ ഹീനമായ കൃത്യം ഇനിയും നമുക്ക് ഓർത്തെടുക്കാൻ പോലും കഴിയില്ല. ജീവിച്ചിരിക്കുന്ന അധ്യാപകന് ശവമഞ്ചമൊരുക്കുക, അതാണ് അവിടെ ഈ SFI ചെയ്തത്. അവർക്കൊപ്പം പോകുന്ന വിദ്യാർത്ഥികളുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. മഹാരാജാസ് കോളേജിലെ പ്രിൻസിപ്പാളിന്റെ കസേര കത്തിച്ചവരാണ് ആ സംഘടന. വിക്ടോറിയ കോളേജിൽ സരസു എന്ന് പറയുന്ന പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട അവിടുത്തെ അധ്യാപികയ്ക്ക് കുഴിമാടമൊരുക്കിയവരാണ് ഈ SFI എന്ന് പറയുന്ന വിഭാഗം. അതോടൊപ്പം തന്നെ മോഹൻ കുന്നുമ്മൽ കേരള സർവകലാശാല VC വന്ദേ മാതരത്തെ കുറിച്ച് പറഞ്ഞു. അമ്മയെ ആരാധിക്കുന്ന, അമ്മയെ അറിയുന്നവർ വന്ദേ മാതരത്തെ അംഗീകരിക്കും എന്ന മനുഷ്യൻ വിദ്യാർത്ഥികൾക്ക് മുന്നിൽ പറഞ്ഞതിന് ആ മനുഷ്യനെ അപമാനിച്ച് അവഹേളിച്ച് സംഘിക്ക് പൊട്ടുതൊടാം എന്ന് പറഞ്ഞാണ് സ്വീകരിച്ചത്. ഈ കേരളത്തിലെ മാധ്യമങ്ങളും ഈ രീതിയിലുള്ള അരാജകത്വത്തിനും ഈ രീതിയിലുള്ള ദേശവിരുദ്ധ നടപടികൾക്കും അവരും പിന്തുണ നൽകുന്നു എന്നത് വല്ലാത്ത കഷ്ടമാണ്. അപ്പോൾ അങ്ങനെയുള്ള അധ്യാപകരെ അപമാനിക്കുന്ന വിദ്യാർത്ഥികളെ ഉണ്ടാക്കിയെടുക്കുന്ന കേന്ദ്രമായി സർവകലാശാലകൾ മാറാതെ വിദ്യാർത്ഥികൾക്കൊപ്പം സംവദിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത് അങ്ങേയറ്റം സ്വാഗതാർഹമാണ്. ഗൗരി ശങ്കരൻ പറയുന്നു, താങ്കൾ നൽകിയ വാർത്ത ഗൂഗിളിൽ പരിശോധിച്ചു, വളരെ ശരിയാണ് താങ്കൾ പറഞ്ഞത്. എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് മറ്റുള്ള വാർത്താ ചാനലുകൾ വാർത്തകളെ വളച്ചൊടിക്കുന്നത് എന്നറിയില്ല എന്നാണ് പറയുന്നത്. അതായത് നേരത്തെ ബംഗാളിലെ ആ വാർത്തയെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത് എന്ന് മനസ്സിലാക്കുന്നു. അറിയില്ല, കേരളത്തിലെ ചാനലുകൾ, ദേശീയ തലത്തിൽ ചില ചാനലുകൾ, ഇന്ത്യ ടുഡേ പോലെയുള്ള ചില ചാനലുകൾ ഒക്കെ ഈ വാർത്ത, അത് രാജ്ദീപ് സർദേശായിയാണ് അതിന്റെ തലപ്പത്തൊക്കെ ഇരിക്കുന്നത്, ഇങ്ങനെ വാർത്തകൾ വളച്ചൊടിക്കുന്നത് എന്ന് ഇനിയും മനസ്സിലാകുന്നില്ല. ജനം ടിവിയിൽ നേഷൻ ഫസ്റ്റിലൂടെ ഇന്ന് ഈ വാർത്ത നമ്മൾ പറഞ്ഞിരുന്നില്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകർ പോലും ചിന്തിച്ചേനെ, മെയ് 4-ന് ശേഷം തെരഞ്ഞെടുപ്പിൽ സമ്പൂർണ്ണ വിജയം നേടിയ BJPക്ക് ബംഗാളിൽ വലിയ തിരിച്ചടി ഉണ്ടായിപ്പോയി എന്ന്. ഒന്ന് ആലോചിക്കൂ, ജനങ്ങളുടെ അഭിപ്രായം രൂപീകരിക്കുന്ന ചാനലുകൾ ഈ പണിയാണ് എടുക്കുന്നതെങ്കിൽ സോഷ്യൽ മീഡിയ എന്ത് പണിയായിരിക്കും എടുക്കുന്നതെന്ന് കേരളത്തിലെ ചാനലുകളോട് പറയാനുള്ളത് ഇതാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ജനം TV ഡൽഹിയിൽ പ്രവർത്തിക്കുന്നിടത്തോളം കാലം നേഷൻ ഫസ്റ്റും നേഷൻ പ്ലസും ഇപ്പോഴുണ്ട്. ഉച്ചയ്ക്ക് നേഷൻ നൗ കൂടി ഞങ്ങൾ സെപ്റ്റംബർ 1 മുതൽ തുടങ്ങുകയാണ്, 1:30-ക്ക്.
നിങ്ങളുടെയൊന്നും ഒരു ചക്കളത്തി പോരാട്ടവും ഒരു പരിപാടിയും ഈ ഡൽഹിയിൽ നടക്കാൻ പോകുന്നില്ല. നിങ്ങൾ എന്ത് വാർത്ത കൊടുത്താലും അതിൻ്റെ നെല്ലും പതിരും തിരിച്ച് പ്രിയ പ്രേക്ഷകരിലേക്ക് ജനം TV എത്തിക്കും. ഞാൻ വീണ്ടും പറയുന്നു, ഈ വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളോടും പറയുന്നു, ബംഗാളിലെ ആ വാർത്ത ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അതിൻ്റെ സത്യാവസ്ഥ ഞാൻ പറയുന്നത് നിങ്ങൾ അംഗീകരിക്കേണ്ട. ആ സത്യാവസ്ഥ നിങ്ങൾ തന്നെ മനസ്സിലാക്കൂ. എന്നിട്ട് തീരുമാനിക്കൂ, കേരളത്തിലെ ഈ ചാനലുകളെ ഇനിയും വിശ്വസിക്കണോ അതോ ജനം TV-യിലേക്ക് ദേശീയ വാർത്തകൾ അറിയാൻ നിങ്ങൾ കൂട്ടത്തോടെ ഒഴുകിയെത്തണമോ എന്ന്. എൻ്റെ ഈ വാക്കുകളെയും വാർത്തകളെയും നിങ്ങൾ മുഖവിലക്കെടുക്കണ്ട. ഒരു തവണയൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കൂ. മറ്റൊരു ഓറഞ്ച് റോസ് പറയുന്നു, നേഷൻ ഫസ്റ്റ് റീലായി ജനം TV-യിൽ പോസ്റ്റ് ചെയ്യണം എന്ന്. നമ്മുടെ ഡിജിറ്റൽ ടീം അത് കേൾക്കുന്നുണ്ടാകും എന്ന് കരുതുന്നു. പ്രിയ പ്രേക്ഷകർ അങ്ങനെ ഒരു ആവശ്യം കൂടി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അവരുടെ പരിഗണനയ്ക്ക് വിടുന്നു. അത് ഇന്നു മുതൽ ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ് പ്രിയ പ്രേക്ഷകരെ. അത് കേന്ദ്രമന്ത്രിമാരുടെ ഡിജിറ്റൽ പ്രകടനം സംബന്ധിച്ച വിലയിരുത്തൽ നടത്തി റാങ്കിംഗ് നൽകി ഡിജിറ്റൽ ആശയവിനിമയം അതിവേഗത്തിലാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മന്ത്രിമാരുടെ ഡിജിറ്റൽ പ്രകടനം സംബന്ധിച്ച റിപ്പോർട്ട് കാർഡ് ക്യാബിനറ്റിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ഈ നീക്കത്തിന് തുടക്കമിട്ടത്. ഡിജിറ്റൽ പ്രകടന റാങ്കിങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് 1-ാം സ്ഥാനത്ത്. 2026 മെയ് 1 മുതൽ ഓഗസ്റ്റ് 15 വരെയുള്ള 3.5 മാസക്കാലത്തെ ഡിജിറ്റൽ രംഗത്തെ പ്രവർത്തനങ്ങളാണ് റിപ്പോർട്ടിനായി പരിശോധിച്ചത്. ഇൻസ്റ്റാഗ്രാം, എക്സ്, ഫേസ്ബുക്ക് എന്നീ പ്ലാറ്റ്ഫോമുകളിലെ കേന്ദ്രമന്ത്രിമാരുടെ പ്രകടനമാണ് വിലയിരുത്തിയത്. ഓരോ ദിവസവും പങ്കുവെക്കുന്ന പോസ്റ്റുകളുടെ ശരാശരി എണ്ണം, പോസ്റ്റുകൾക്ക് ലഭിക്കുന്ന ലൈക്കുകൾ, ഫോളോവേഴ്സിന്റെ എണ്ണം, ഓരോ പോസ്റ്റിനും ലഭിക്കുന്ന കമന്റുകൾ, ജനങ്ങളുമായി നേരിട്ടുള്ള ആശയവിനിമയം തുടങ്ങിയ മാനദണ്ഡങ്ങൾ അടിസ്ഥാനമാക്കിയായിരുന്നു ഡിജിറ്റൽ പ്രകടന റാങ്കിംഗ്. ചെയ്താൽ മാത്രം പോരാ, വിളിച്ചു പറയുകയും വേണം. അത് തന്നെയാണ് ചട്ടം, അങ്ങനെയാണ് നയം. കാരണം ഈ കാലഘട്ടം അങ്ങനെയാണ്. കാരണം വെടിവഴിപാടിൽ പേര് വിളിച്ചു പറയാമോ എന്ന് ചോദിക്കുന്ന ഒരു സിനിമ ഇതുണ്ട്. ഇപ്പോഴത്തെ കാലത്ത് വെടിവെച്ചാൽ മാത്രം പോരാ, ഠോ എന്നുകൂടി ആക്കുകയും വേണം. അത് തന്നെയാണ് സാഹചര്യം. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവമാവുക എന്ന് പ്രധാനമന്ത്രി പറയുന്നു. കേന്ദ്രമന്ത്രിമാരെ അതിന് നിർബന്ധിക്കുന്നു. അവരതിൽ വ്യാപൃതരാകുന്നു. MP-മാരും ചെയ്യുന്നു. പ്രിയ പ്രേക്ഷകരെ, ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ആളുകളോടാണ് ഇനി നിങ്ങളുടെ ഊഴമാണ്. ഈ രാഷ്ട്രത്തിന് വേണ്ടി ഒരു ദിവസം 1 മണിക്കൂറെങ്കിലും നൽകാൻ നിങ്ങൾ കൂടി തയ്യാറായാൽ ഈ രാജ്യത്തെ ദിമാഗി നക്സലുകൾ സമ്പൂർണമായി തുടച്ചു നീക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ഈ ദിമാഗി നക്സലുകൾ കയറിപ്പറ്റിയ കേരളത്തിലെ ചാനൽ മേഖലയെ പോലും നമുക്ക് ശുദ്ധീകരിക്കാം. ഈ ബംഗാളിലേതുപോലെ വ്യാജ വാർത്തയുമായി വരുമ്പോൾ ഞാൻ ഇന്നലെ രാത്രി ഏതാണ്ട് 1:30-2 മണി വരെ ഇരുന്നാണ് അത് ഓരോന്ന് റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് ഈ വാർത്ത ഇന്ന് നിങ്ങൾക്ക് മുന്നിലെത്തിക്കുന്നത്. അപ്പോൾ എൻ്റെ പണി അത്ര കൂടി കുറയുകയും ചെയ്യും. പ്രിയ പ്രേക്ഷകരെ, മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോവുകയാണ്. ഡൽഹിയിലെ പാക് ഹൈക്കമ്മീഷന് മുന്നിലെ സുരക്ഷാ ബാരിക്കേഡുകൾ നീക്കം ചെയ്തു. JCB ഉപയോഗിച്ചാണ് ബാരിക്കേഡുകൾ അടക്കമുള്ള ഹൈക്കമ്മീഷന് പുറത്തുള്ള താൽക്കാലിക നിർമ്മിതികൾ നീക്കം ചെയ്തത്. ഇതോടെ പാക് ഹൈക്കമ്മീഷന് നൽകിയ സുരക്ഷാ ക്രമീകരണങ്ങളിൽ കുറവ് വരുമെന്ന് വ്യക്തമാണ്. നേരത്തെ ഇസ്ലാമാബാദിലെ ഭാരത ഹൈക്കമ്മീഷന് മുന്നിലെ സുരക്ഷാ ബാരിക്കേഡുകൾ പാകിസ്ഥാൻ നീക്കം ചെയ്തിരുന്നു. പാർക്കിങ്ങിനായി അനുവദിച്ച സ്ഥലം ഒഴിപ്പിക്കുകയും അവർ ചെയ്തു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം സാധാരണ നിലയിലല്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ സംഭവം. അവരവിടുന്ന് ബാരിക്കേഡ് എടുത്തു മാറ്റി, നമ്മളും എടുത്തു മാറ്റി. അവരവിടുന്ന് പാർക്കിംഗ് സ്ഥലം ഒഴിപ്പിച്ചു, നമ്മളും ഒഴിപ്പിച്ചു. ഇങ്ങോട്ടേക്ക് ഇനി വെടിവെക്കാനാണ് അവരുടെ നീക്കമെങ്കിൽ തിരിച്ച് വെടിവെക്കും. ഇവിടോട്ട് ഗ്രനേഡും മറ്റും ഉപയോഗിക്കാനാണ്, അല്ലെങ്കിൽ മിസൈലുകൾ ഉപയോഗിക്കാനാണ് തീരുമാനമെങ്കിൽ അവിടേക്കും അത് തന്നെ ഉണ്ടാകും. പാകിസ്ഥാൻ എന്ത് ഭാഷയാണോ മനസ്സിലാകുന്നത് അതേ ഭാഷയിൽ തിരിച്ചടിക്കുക എന്ന് തന്നെയാണ് ഭാരതത്തിന്റെ നയം. കാരണം ഇത് മാറിയ ഭാരതമാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കണം. ഓപ്പറേഷൻ സിന്ദൂറിനിടെ ആകാശ് മിസൈലിന്റെ ഈ സമയത്തെ അതിന്റെ ഉപജ്ഞാതാവ്, അതിന്റെ കാര്യങ്ങളെല്ലാം തീരുമാനിച്ചിരുന്ന വ്യക്തി പറഞ്ഞൊരു തമാശ ഓർക്കുന്നുണ്ട്. ഈ ലോകത്തേക്ക് മുഴുവൻ നിങ്ങൾ മിസൈലുകൾ കയറ്റി അയക്കുന്നുണ്ടല്ലോ. ബ്രഹ്മോസിനെ കുറിച്ചും ചോദിച്ചു. ലോകത്തേക്ക് മുഴുവൻ നിങ്ങൾ മിസൈലുകൾ ഇങ്ങനെ കയറ്റി അയക്കുന്നുണ്ടല്ലോ, അതിന് വലിയ ലാഭം കിട്ടുന്നുണ്ട് ഇന്ത്യക്ക്. അത് പാകിസ്ഥാന് കൊടുക്കാൻ നിങ്ങൾ തയ്യാറാകുമോ എന്ന് അദ്ദേഹത്തോട് ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, പല രാജ്യത്തേക്കും ഞങ്ങൾ മിസൈലുകൾ കയറ്റി അയക്കുന്നുണ്ട്, പണം വാങ്ങുന്നുണ്ട്,
നല്ലൊരു രീതിയിൽ പണം വാങ്ങുന്നുണ്ട്. അത് ഈ രാജ്യത്തിന് പ്രതിരോധ രംഗത്ത് വലിയ ശക്തിയും നമുക്ക് തരുന്നുണ്ട്, സാമ്പത്തികവും തരുന്നുണ്ട്. പക്ഷേ പാകിസ്ഥാന് അത് നമ്മുടെ സുഹൃത്ത് രാജ്യമാണ്, അയൽ രാജ്യമാണ്. 1 രൂപ പോലും നമ്മൾ അവരിൽ നിന്നും വാങ്ങില്ല. അവർക്കെല്ലാം ഫ്രീ ആണ്. ഇവിടെ നിന്നുള്ള സകല മിസൈലുകളും പാകിസ്ഥാന് ഫ്രീ ആണ്. ഈ ഓപ്പറേഷൻ സിന്ദൂർ സമയത്തും നമ്മൾ അത് പാകിസ്ഥാന് തെളിയിച്ചു കൊടുത്തതാണ്. പാകിസ്ഥാൻ ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഒന്ന് ആവശ്യപ്പെട്ടാൽ മാത്രം മതി, ഇവിടുത്തെ ഏത് ആയുധവും ഏത് മിസൈലും പാകിസ്ഥാന് സൗജന്യ നിരക്കിൽ കിട്ടും. അപ്പോൾ ആവശ്യമില്ലാത്ത പണിക്ക് നമ്മുടെ അയൽ രാജ്യം തുനിയരുത് എന്ന് മാത്രമാണ് പറയാനുള്ളത്. മറ്റൊരു വാർത്തയിലേക്ക് പോകുന്നു. സത്യേന്ദ്ര ജെയിന്റെ അറസ്റ്റിൽ വലഞ്ഞ് ആം ആദ്മി പാർട്ടി. പഞ്ചാബിലെ കളക്ഷൻ ഏജന്റാണ് അറസ്റ്റിലായതെന്ന മുൻ AAP നേതാവ് സ്വാതി മാലിവാൾ MPയുടെ ആരോപണം ഗൗരവതരമായി ഇപ്പോൾ പുറത്തുവരുന്നു. പഞ്ചാബ് സർക്കാരും പാർട്ടിയും തമ്മിലുള്ള ഏകോപനത്തിലെ സുപ്രധാന കണ്ണിയായ സത്യേന്ദർ ജെയിനാണ് സാമ്പത്തിക ഇടപാടുകൾ, ഈ ആം ആദ്മി പാർട്ടിയുടെ വിദേശ ഫണ്ടിങ് അടക്കമുള്ള എല്ലാ സാമ്പത്തിക ഇടപാടും നിയന്ത്രിച്ചിരുന്നത് ഈ സത്യേന്ദ്ര ജെയിനാണ്. അഭിജിത്ത് ദീപ്കെ എന്ന മുൻ ആം ആദ്മി പാർട്ടിക്കാരന്റെ പാർട്ടിക്ക് ആം ആദ്മി പാർട്ടി നൽകിയ സഹായത്തിന് പിന്നിലെ സൂത്രധാരനും ഈ സത്യേന്ദ്ര ജെയിനായിരുന്നു. പാറ്റകളുടെ സമരപ്പന്തലിൽ മുതിർന്ന AAP നേതാക്കളൊക്കെ എത്തിയിരുന്നു. പഞ്ചാബിലെ പരീക്ഷാ ക്രമക്കേടിൽ CJP പ്രതിഷേധിച്ചിട്ടില്ല എന്നതും ഇതുമായി ചേർത്ത് വായിക്കേണ്ടതാണ്. ഈ പശ്ചാത്തലത്തിലാണ് സത്യേന്ദ്ര ജെയിന്റെ അറസ്റ്റ് ആം ആദ്മി പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നത്. എന്റെ പൊന്ന അഭിജിത്ത് ദീപ്കെ, നീയൊക്കെ കളിച്ചത് ഈ രാഷ്ട്രത്തോടാണ്. നിന്റെയൊക്കെ ദിമാഗി നക്സൽ പണിയുമായി ഇറങ്ങിയത് പാകിസ്ഥാനെ വരച്ച വരയിൽ നിർത്തിയ നരേന്ദ്രമോദി സർക്കാരിന് നേരെയാണ്. കശ്മീരിലും വിഘടനവാദികളെ അടിച്ചൊതുക്കി മാവോയിസ്റ്റുകളെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്ത സർക്കാരിന് നേരെയാണ് നിന്റെയൊക്കെ ഈ പിത്തലാട്ടം. അപ്പോൾ നിങ്ങളുടെ ജീവാത്മാവും പരമാത്മാവുമായ സത്യേന്ദ്ര ജെയിൻ അഴിമതി കേസിൽ അകത്തായിട്ടുണ്ട്. അപ്പോൾ തീറ്റയും കുടിയും ഒക്കെ നടക്കണമെങ്കിൽ ഇനി വട്ടിപ്പിരിവെടുക്കേണ്ട അവസ്ഥയിലാണ് അഭിജിത്ത് ദീപ്കയും അശുതോഷ് രംഗയും സൗരവ് ദാസിനെ പോലെയുള്ള കോമാളിയും ഒക്കെ. നീയൊക്കെ എത്ര വിദേശ ഫണ്ടും കൊണ്ടിറങ്ങിയാലും ഈ രീതിയിലുള്ള പരിപാടി കാണിച്ചാലും തൽക്കാലം നീയൊക്കെ എന്ത് വേണമെങ്കിലും കാണിക്ക്. നിന്റെയൊക്കെ ഗോഡ് ഫാദർ ഇപ്പോൾ തീഹാർ ജയിലിൽ ഇടത്തു നിന്നും വലത്തേക്കും വലത്തു നിന്നും ഇടത്തേക്കും അഴി എണ്ണുന്നുണ്ട്. എത്രയും വേഗം നിങ്ങളും അവിടെ എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. അപ്പോൾ മറ്റൊരു വാർത്തയിലേക്ക് കൂടി പ്രിയ പ്രേക്ഷകരെ പോവുകയാണ്. തമിഴ്നാട്ടിലെ മഹാബലിപുരത്ത് ഇന്ന് നടക്കുന്ന ദക്ഷിണ മേഖലാ കൗൺസിലിന്റെ 31ാമത് യോഗത്തിൽ കേന്ദ്ര ആഭ്യന്തര സഹകരണ മന്ത്രി അമിത്ഷാ അധ്യക്ഷത വഹിക്കും. ആന്ധ്രാപ്രദേശ്, കർണാടക, കേരളം, തമിഴ്നാട്, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളും പുതുച്ചേരി, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, ലക്ഷദ്വീപ് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉൾപ്പെടുന്നതാണ് ദക്ഷിണ മേഖലാ കൗൺസിൽ. 1956 സംസ്ഥാന പുനഃസംഘടനാ നിയമത്തിലെ 15 മുതൽ 22 വരെയുള്ള വകുപ്പുകൾ പ്രകാരമാണ് ദക്ഷിണ മേഖലാ കൗൺസിലുകൾ രൂപീകരിച്ചത്. അപ്പോൾ അവിടെ ഇന്ന് നടക്കാൻ പോകുന്ന ഈ പരിപാടിയിൽ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർ, ലഫ്റ്റനന്റ് ഗവർണർമാർ, അഡ്മിനിസ്ട്രേറ്റർമാർ എന്നിവരും ഓരോ സംസ്ഥാനത്തു നിന്നുള്ള 2 മുതിർന്ന മന്ത്രിമാരും പങ്കെടുക്കും. സംസ്ഥാന ഗവൺമെന്റുകളിലെ ചീഫ് സെക്രട്ടറിമാർ, ഉപദേശകർ, മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥർ, കേന്ദ്ര ഗവൺമെന്റിലെ ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവരും യോഗത്തിൽ പങ്കെടുക്കും. കാവേരി വിഷയം, തീരസുരക്ഷ, ലഹരിക്കെതിരായ പോരാട്ടം എന്നിവ ചർച്ചയാകും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ജന്തർ മന്ദറിൽ കാണിച്ച ഈ കലാപം ഈ രാജ്യത്തുടനീളം ഇനി ഞങ്ങളാണ് ഇതെല്ലാം ശരിയാക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞ് ഫോറിൻ ഫണ്ടിങ്ങോടുകൂടി, ആം ആദ്മി പാർട്ടി ഫണ്ടിങ്ങോടുകൂടി നടക്കുന്ന ഈ പരിപാടി, ഇതെല്ലാം ഒരു വശത്ത് നടക്കുമ്പോൾ അതിനൊക്കെ പുല്ലുവില നൽകി ഈ രാഷ്ട്രത്തിന്റെ മുന്നോട്ടുള്ള കുതിപ്പിന്, സുരക്ഷയ്ക്ക് കേന്ദ്ര സർക്കാർ ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന വാർത്തയാണ് ഇതിലൂടെ പ്രിയ പ്രേക്ഷകരിലേക്ക് നൽകാൻ സാധിക്കുന്നത്. മറ്റൊരു വാർത്ത കൂടി കേട്ടിരുന്നു. 2027 യോഗി ആദിത്യനാഥിനെ ഞങ്ങൾ തറ പറ്റിക്കും എന്നാണ് ഈ കോക്രോച്ച് ജനതാ പാർട്ടി ഇന്നലെ പറയുകയുണ്ടായത്. BJPയെ തൂത്തെറിയണം എന്നാണ് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതാക്കൾ അവിടെ പറഞ്ഞത്. അപ്പോൾ ഈ കാര്യമൊന്ന് ഉത്തർപ്രദേശിൽ കൂടി പോയി അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളോട് കൂടി ഒന്ന് പറയാൻ ഈ പാറ്റ കലാപകാരികളോട് പറയുകയാണ്. 2017 മുമ്പ് ഈ സമാജ്വാദി പാർട്ടിയുടെയും അതോടൊപ്പം BSPയുടെയും ഒക്കെ ഭരണത്തിൽ അവിടെ സ്ത്രീകൾക്ക് പുറത്തിറങ്ങി നടക്കാൻ സാധിക്കാത്ത അവസ്ഥയായിരുന്നു. ഇന്നവിടെ സുരക്ഷയുണ്ട്. ഒരു നല്ല റോഡ് പോലും ഇല്ലായിരുന്നു. ഇന്നവിടെ റോഡുണ്ട്. നിങ്ങളൊക്കെ UPയെ കളിയാക്കുന്നത് ആ കാലഘട്ടത്തെക്കുറിച്ച് പറഞ്ഞാണ്. ഇന്ന് റോഡുണ്ട്, ശൗചാലയങ്ങളുണ്ട്, വീടുകളുണ്ട്, ഭക്ഷണം എത്തുന്നുണ്ട്.
അങ്ങേയറ്റം ഒരു പെൺകുട്ടി ഞാൻ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ്. സമാജ്വാദി പാർട്ടി അധികാരത്തിൽ വന്നാൽ 40,000 രൂപ വെച്ച് എല്ലാവർക്കും തരുമെന്ന് അഖിലേഷ് യാദവ് പറഞ്ഞല്ലോ എന്നൊരു പെൺകുട്ടിയോട്, ജെൻസി പെൺകുട്ടിയോട് ഒരു മാധ്യമ പ്രവർത്തക ചോദിക്കുകയാണ്. അപ്പോൾ അവൾ പറഞ്ഞ മറുപടി ഇരുത്തി ചിന്തിപ്പിക്കുന്നതാണ്. എന്നെ വഴിയിലിട്ട്, സമാജ്വാദി പാർട്ടി അധികാരത്തിൽ വന്ന് എന്നെ വഴിയിലിട്ട് ആരെങ്കിലും റേപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ 40,000 രൂപ കിട്ടിയിട്ട് എനിക്ക് എന്ത് കാര്യം എന്നാണ് ചോദിക്കുന്നത്. മഹാരാജിൽ ബാബയിൽ അവർക്കുള്ള ഏറ്റവും വലിയ വിശ്വാസവും അതാണ്. അവരെ ആരെങ്കിലും കൈവച്ചാൽ തൊട്ടടുത്ത ജംഗ്ഷൻ അവൻ തിരിയില്ല, അതിനു മുമ്പ് വെടിയുണ്ട കയറും, വീട്ടിൽ ബുൾഡോസർ എത്തും. ഇതാണ് ബാബയിൽ മഹാരാജിൽ അവർക്കുള്ള വിശ്വാസം. ഒരു പണിയും അവിടെ നടക്കാൻ പോകുന്നില്ല. ഉത്തർപ്രദേശിൽ ഇന്ന് ഈ നിമിഷം കിട്ടുന്ന വിവരമനുസരിച്ച് BJP പടുകൂറ്റൻ വിജയം നേടും എന്നുള്ളതാണ്. അപ്പോൾ പ്രിയ പ്രേക്ഷകരെ, നമ്മുടെ ഇന്നത്തെ വാർത്ത ഇവിടെ ഏറെക്കുറെ പൂർണ്ണമാവുകയാണ്. 8:26 നമുക്ക് ഇത് അവസാനിപ്പിക്കേണ്ട സമയം കൂടിയായിരിക്കുന്നു. ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട്. പല ചാനലുകളെയും പേരെടുത്ത് പറഞ്ഞിട്ട് അവരെന്തിനിങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. വെരി ഗുഡ്, കണ്ടിന്യൂ ദ ന്യൂസ് സിസ്റ്റം എന്ന് കുമാരൻ ബാലഗംഗാധരൻ പറയുന്നുണ്ട്. അങ്ങനെ പ്രിയ പ്രേക്ഷകർ ഈ നേഷൻ ഫസ്റ്റും നേഷൻ പ്ലസും ഒക്കെ ഏറ്റെടുക്കുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷം. മാത്രമല്ല അങ്ങനെ ഒരു പുതിയ പരിപാടി കൂടി നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് പ്രചോദനമായതും നേഷൻ നൗ എന്ന 1:30-ക്ക് ഒരു പരിപാടി കൂടി സെപ്റ്റംബർ 1 മുതൽ വരുന്നതും നിങ്ങളുടെ ഈ സ്നേഹവും സഹകരണവും കൊണ്ട് മാത്രമാണ്. അപ്പോൾ ഇന്ന് രാത്രി 9:30-ന് നേഷൻ പ്ലസുമായി വീണ്ടും കാണാം. ഉറപ്പായും പ്രിയ പ്രേക്ഷകർ ഈ നൽകുന്ന പിന്തുണ തുടരുക. അതുവരേക്കും ഗുഡ് ബൈ.